ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയും ദിവസങ്ങളിൽ അടുത്ത് വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് തിരുവചനം ചിന്തിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഇന്ന് രാത്രി നാം ദൈവത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. പഠിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമാകട്ടെ. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ എടുത്തു വന്നിരിക്കുന്നു. തിരുവചനം ഉള്ളതിൻ വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ പഠിപ്പിക്കുവാൻ ദൈവം അടിയനെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ ചിന്തിക്കുന്ന എല്ലാ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. ദൈവനാമത്തിനാക്കി തീർക്കണമേ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അടിയങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയില് ദൂതന്മാരോടൊത്ത് നാം 1000 ആണ്ട് വാഴ്ചയിൽ ദൈവരാജ്യത്തിൽ വാഴുന്ന സുദിനത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കാഹളം ധ്വനിക്കും, നമ്മുടെ കർത്താവ് വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന ദൈവമക്കൾ അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം കർത്താവിനോട് കൂടെയായിരിക്കും. അങ്ങനെ ദൈവമക്കൾ ഇവിടെ നിന്നും എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ മഹോദ്രവം ആരംഭിക്കും. 7 വർഷം ഇവിടെ അന്തിക്രിസ്തുവിന്റെ ഭരണമായിരിക്കും. ആ മഹോദ്രവ കാലത്ത് നമ്മൾ കർത്താവിനോടുകൂടെ മധ്യാകാശത്തിലായിരിക്കും. അവിടെ വെച്ച് പ്രതിഫലങ്ങൾ വിഭാഗിക്കപ്പെടും. അതിനുശേഷം ദൈവദൂതന്മാരും ദൈവമക്കളും യേശുക്രിസ്തുവുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യം, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-ാം വാക്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്. വിശുദ്ധ ദൂതമായിട്ട് ഇറങ്ങി വരുന്നത് നമ്മളെ പീഡിപ്പിച്ചവർക്ക് പീഡ അനുഭവിക്കുന്ന നമ്മൾക്ക് ക്രിസ്തുവിനോടുകൂടെ ആശ്വാസവും നൽകേണ്ടതിനാണ് ദൈവം തന്റെ വിശുദ്ധ ദൂതന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യേശുവും വിശുദ്ധന്മാരും ഒലിവ്മലയിലാണ് ഇറങ്ങി വരുന്നത്. ഒലിവ്മലയിൽ നിന്നാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അതേ സ്ഥലത്ത് യേശുക്രിസ്തുവും വിശുദ്ധന്മാരും കൂടെ ഇറങ്ങി വരും. വിശുദ്ധ ദൂതന്മാരുമായിട്ടാണ് അവിടെ ഇറങ്ങി വരുന്നത്. യേശുക്രിസ്തു ഒലിവ്മലയിൽ നിന്ന് ഉയരത്തിലേക്ക് പോയപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങനെ പറയുകയുണ്ടായി, ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ വീണ്ടും വരും, അവിടേക്ക് തന്നെ ഇറങ്ങി വരും. അതും ദൂതന്മാരാണ് പ്രഖ്യാപിച്ചത്. അവിടെ ഇറങ്ങി വരുമ്പോൾ ആ ഒലിവുമല 2ആയിട്ട് പിളർക്കപ്പെടും. ഒലിവുമലയുടെയും അടിവാരത്തിൽ ശ്മശാന ഭൂമിയായിട്ട് ഇസ്രയേൽ വേർതിരിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നാൽ അത് കാണാൻ കഴിയും. ഒരു വിശാലമായ പ്രദേശം ശ്മശാനമായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനുവേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ അവിടെ ആ താഴ്വരയിലാണ് ക്രിസ്തുവും വിശുദ്ധ ദൂതന്മാരും രൂപാന്തരപ്പെട്ട ദൈവമക്കളുമായിട്ട് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുമ്പോൾ സാത്താന്റെ ശക്തിയാൽ
ലോകത്തിലുള്ള പല ജാതിക്കാരും അതിനെതിരായിട്ട് കൂടി വരും. കാരണം അന്യഗ്രഹ ജീവികൾ കടന്നു വന്നിരിക്കുന്നു. അവർ ലോകം മുഴുവൻ കീഴടക്കും. അതിനു മുമ്പ് അവരെ നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ ഒരു വലിയ കൂട്ടത്തെ അവിടെ കൂട്ടിവരുത്തും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശബ്ദത്തിന്റെ ശക്തിയാൽ കള്ളപ്രവാചകനും മൃഗവും നിഗ്രഹിക്കപ്പെടുകയും ദൂതന്മാർ അവരെ പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യും. അവിടെ വരുന്ന യേശുവിനോട് എതിർക്കുവാൻ വരുന്ന ആളുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാതെ ഭയചകിതരാകും. ഇന്ന് കമ്പ്യൂട്ടറാണല്ലോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അന്ന് കമ്പ്യൂട്ടറിൽ വൈറസ് പ്രവർത്തിച്ചോ എങ്ങനെയോ ആയുധം അവർക്കെതിരായിട്ട് തന്നെ പ്രയോഗിക്കുവാൻ ഇടയായിത്തീരും. മിസൈലുകളും മറ്റ് ആയുധങ്ങളും ഒക്കെ പ്രയോഗിക്കുന്നത് മൂലം ഭയങ്കരമായ റേഡിയേഷൻ ഉണ്ടാകും. അങ്ങനെ റേഡിയേഷൻ ഉണ്ടായിട്ട് ആളുകളുടെയൊക്കെ കണ്ണ് തടത്തിൽ തന്നെ അഴുകിപ്പോകും. ശരീര അവയവങ്ങളൊക്കെ അഴുകുകയും റേഡിയേഷൻ മൂലം ആളുകളൊക്കെ മരിക്കുവാൻ ഇടയായിത്തീരും. ഇങ്ങനെ ഒരു മഹാസംഭവം ലോകത്തിലുണ്ടാകും. പണ്ടൊക്കെ ഇത് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കത്തില്ലായിരുന്നു. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. ഇന്ന് റേഡിയേഷനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അറിയാം. 1945 ഹിരോഷിമയില് ബോംബിട്ടപ്പോൾ, അണുബോംബിട്ടപ്പോൾ 1500 അടി ഉയരത്തിൽ നിന്നും ലിറ്റിൽ ബോയ് എന്ന പേരോടുകൂടിയ ബോംബിട്ടു. 1,00,000 ആളുകൾ അപ്പോൾ തന്നെ ആവിയായി പോയെന്നാണ് ചരിത്രം പറയുന്നത്. 10 ലക്ഷം ആളുകൾക്ക് കണ്ണുകൾ നഷ്ടപ്പെട്ടു, ശരീരാവയവങ്ങൾ നഷ്ടപ്പെട്ടു. ഇങ്ങനെ പല നിലത്തിലുള്ള റേഡിയേഷൻ ഉണ്ടായി. ഇന്നും അവരിൽ ചിലർ ജീവനോടെ ഉണ്ടെന്നാണ് പറയുന്നത്. അന്നൊക്കെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികളൊക്കെ ഇന്ന് ജീവനോടെ ഉള്ളവരുണ്ട്. കണ്ണില്ലാത്തവരായി, മൂക്കില്ലാത്തവരായിട്ടൊക്കെ ഉണ്ട്. അംഗഭംഗം സംഭവിച്ചവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെഷയർ ഹോം എന്ന് പറയുന്ന ഒരു പദ്ധതി ലോകത്തിൽ തുടങ്ങിയത്. കാരണം ആ ബോംബിട്ട വൈമാനികന്റെ പേര് ചെഷയർ ആയിരുന്നു. അയാളുടെ പേരിലാണ് ഒരു പദ്ധതി തുടങ്ങി അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ റേഡിയേഷനെ പറ്റി ഇന്നത്തെ മനുഷ്യർക്ക് അറിയാം. അന്ന് റേഡിയേഷൻ ഉണ്ടായിട്ട് ആളുകളൊക്കെ നിഗ്രഹിക്കപ്പെടുവാനിടയാകും. അവിടെ നിന്ന് യേശു യെരുശലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ഭൂമിയുടെ രാജ്യത്വം കയ്യേൽക്കും. യേശു ലോകത്തിൽ കടന്നു വന്ന് ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്നാണ് പ്രസംഗിച്ചത്. ദൈവരാജ്യം എന്നുള്ളത് ഇസ്രയേൽ മക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. രാജ്യം യഹൂദൻ യഥാസ്ഥാനത്താക്കി കൊടുക്കും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. മസിഹ വരും, മസിഹ വന്ന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കും. ആ പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് ക്രിസ്തു ലോകത്തിൽ വന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഈ കാലത്തിലോ നീ രാജ്യം ഞങ്ങൾക്ക് യഥാസ്ഥാനത്താക്കി തരുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് സ്വർഗത്തിലെ ദൂതന്മാര് പോലും അറിയുന്നില്ല. അങ്ങനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന ഒരു മസിഹയ്ക്ക് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്.
യേശു യെരുശലേമിൽ വെച്ചാണ് രാജാവായിട്ട് വാഹനമൃഗത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്തത്. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ജനങ്ങൾ യേശുവിന്റെ മുമ്പിൽ ആർത്തട്ടഹസിച്ചു. അവന്റെ മുൻപിൽ നടന്നു പോകുന്നിടത്ത് വൃക്ഷക്കൊമ്പുകൾ വെട്ടിവിതറി, ഒലിവിൻ തലകൾ വെട്ടിവിതറുകയും വസ്ത്രങ്ങൾ വിരിക്കുകയും ഒക്കെ ചെയ്തു. യേശു രാജാവെന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞ ആ സ്ഥലം കേന്ദ്രമാക്കിയായിരിക്കും യേശു ഭൂമിയുടെ ഭരണം നടത്തുന്നത്. മുൾക്കിരീടം വെച്ച് യേശുവിനെ നിന്ദിച്ച് അപമാനിച്ച് കൊണ്ടുപോയ ആ സ്ഥലത്തായിരിക്കും യേശു രാജാവായിട്ട് വാഴുന്നത്. യേശു ക്രൂശിക്കപ്പെട്ട അതേ നഗര കേന്ദ്രമാക്കിയായിരിക്കും യേശു ഭൂമിയുടെ ഭരണം നടത്തുന്നത്. യേശു അന്ന് ഭൂമിയുടെ രാജാവാകുമ്പോൾ യെരുശലേം ഒരു ചെറിയ പർവ്വതമായിരിക്കും, ഒരു കുന്നായിരിക്കും. കർത്താവിന്റെ പർവ്വതത്തിലേക്ക് കയറിപ്പോകാം എന്ന് ജനങ്ങൾ അന്ന് പറയുമെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഭൂമിയുടെ മറ്റെല്ലാ ഭാഗങ്ങളും സമതലമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ ഭൂമിക്ക് രൂപാന്തരം വരും. ഇന്ന് കാണുന്ന ഭൂമിയായിരിക്കില്ല. ഇപ്പോഴേ ഭൂമിയിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ ഭൂമിയിൽ എല്ലാ നിലയിലും വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി ദൈവമക്കൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ഓർപ്പിക്കാം. ഒന്ന്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഭൂമിയിൽ ഭരണം നടത്തുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് രൂപാന്തരമുണ്ടാകും. ഈ കാണുന്ന ശരീരത്തിലായിരിക്കില്ല അന്ന് വരുന്നത്. എല്ലാവരും തമ്മിൽ തിരിച്ചറിയാം. എന്നാൽ ഒരു ചെറിയ രൂപാന്തരം ഈ ശരീരത്തിന് സംഭവിക്കും. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിന് ചുറ്റിലും തേജസ്സിന്റെ ഒരു ആവരണം ഉണ്ടായിരിക്കും. മറ്റൊന്ന്, നമുക്ക് അധികാരം ലഭിച്ചതിന്റെ അടയാളം നമ്മുടെ ശരീരത്തുണ്ടായിരിക്കും. നമുക്കൊരു പുതിയ പേര് കിട്ടും. ആ പേര് നമ്മുടെ നെറ്റിമേൽ അല്ലെങ്കിൽ കൈമേൽ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവമക്കളെ കണ്ടാൽ മറ്റുള്ളവർക്ക് ഭയം തോന്നത്തക്ക രീതിയിലായിരിക്കും നമ്മുടെ അവസ്ഥ. എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഭരിക്കുന്ന കാലത്ത് ഒരു ബ്രിട്ടീഷുകാരനെ കണ്ടാൽ ആളുകളൊക്കെ കൈകൂപ്പുമായിരുന്നു. അന്ന് അവരൊക്കെ ഹെർക്കുലീസിന്റെ സൈക്കിളിലൊക്കെ ആയിരുന്നു നടക്കുന്നത്, റാലിയുടെ സൈക്കിളിലൊക്കെ. ഈ സൈക്കിൾ കാണുമ്പോഴേ ആളുകൾക്ക് ഭയം തോന്നുമായിരുന്നു. 100 കൊല്ലം മുമ്പുള്ള കാര്യം പറയുകയാണ്. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയിൽ 5% വെള്ളക്കാരുള്ളായിരുന്നു. അവരായിരുന്നു അവിടെ ഭരണം നടത്തിയത്. അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ ആളുകൾ ഭയപ്പെടുമായിരുന്നു. അതുപോലെ ദൈവമക്കൾ പോകുന്നത് കണ്ടാൽ ആളുകൾ ഭയപ്പെടത്തക്ക നിലയിലായിരിക്കും അവരെ തിരിച്ചറിയുന്നത്. അവർക്ക് ഒരു പ്രത്യേക നാമം ദൈവം നൽകും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ അധികം വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, കാരണം വായിക്കാൻ പലർക്കും താമസം വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ മടിക്കുകയാണ്. നമുക്കൊരു പുതിയ നാമം തരും. നമ്മുടെ ശരീരത്തിന് തേജസ് ഉണ്ടായിരിക്കും. മിന്നുന്ന കണ്ണുകളോടും തേജസ് പുരിക്കുന്ന വദനങ്ങളോടുമായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏതവസരത്തിലും എവിടെയും ചെന്നെത്തുവാനുള്ള വേഗത നമുക്കുണ്ടായിരിക്കും. നമ്മുടെ ഭാഷ ആളുകൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. പക്ഷേ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. സ്വർഗീയമായ ഭാഷയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. എങ്കിലും കുറെ കഴിയുമ്പോൾ ആളുകൾ മനസ്സിലാക്കും.
അമേരിക്കയിൽ കടന്നു വന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എല്ലാം ഒന്നും പിടികിട്ടത്തില്ലായിരുന്നു. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ പറയുന്നതൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. അതുപോലെ ദൈവമക്കളുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയിലായിരിക്കും ദൈവമക്കൾ ഇവിടെ ഭരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ ദൂതന്മാരെ നമ്മൾ മുഖാമുഖം കാണാൻ പോവുകയാണ്. ഇവിടെ വെച്ച് നമ്മളെ ശുശ്രൂഷിപ്പാൻ വേണ്ടി വരുന്ന ദൂതന്മാരെ ചിലപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പല പല അപകടങ്ങളിൽ നമ്മെ വിടുവിച്ചത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. പല പ്രശ്നങ്ങളിൽ നമ്മെ വിടുവിച്ചത് ദൂതന്മാരാണ്. മരണത്തിൽ നമ്മെ രക്ഷിച്ചത്, രോഗത്തിൽ നമ്മെ വിടുവിച്ചത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. അത് നേരിട്ട് മനസ്സിലാക്കാനോ ദൈവദൂതന്റെ മുഖം ദർശിക്കുവാനോ ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് നമുക്ക് ദൈവദൂതന്മാരോട് കൂടെ നടക്കുവാൻ കഴിയും. ദൂതന്മാർ അപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ദൂതന്മാരോടൊത്താണ് നമ്മൾ ഇവിടെ ഭരിക്കാൻ പോകുന്നത്. അന്ന് നമുക്ക് ദൂതന്മാരെ നേരിൽ കാണുവാനും അവരുമായിട്ട് ഇടപഴകുവാനും സംസാരിക്കുവാനും കഴിയുന്ന സാഹചര്യമായിരിക്കും. ആ നല്ല നാളേക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അന്നിവിടെ ലോ ആൻഡ് ഓർഡർ ആവശ്യമില്ല. കാരണം ദൂതന്മാരാണ് കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല, പട്ടാളത്തിന്റെ ആവശ്യമില്ല, ബോർഡർ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. ഇത് എല്ലാം ഭംഗിയായിട്ട് നോക്കുന്നത് ദൂതന്മാരായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും ആരും എങ്ങും ഉണ്ടാക്കത്തില്ല. റോമാലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. മതി. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് നടത്തുന്നത് പാവപ്പെട്ടവരായ ദൈവമക്കളായ നമ്മളും വിശുദ്ധ ദൂതന്മാരും കൂടെ ചേർന്നായിരിക്കും. യേശു ഭൂമിയുടെ രാജാവായി ഭരിക്കുമ്പോൾ ഇവിടെ നീതി നടപ്പാകും. ഇന്ന് ആർക്കും നീതി കിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ് നീതി കിട്ടാൻ. എന്നാൽ നീതിയുള്ള ഒരു സ്ഥലം, ഞാൻ പറഞ്ഞു 1000 ആണ്ട് വാഴ്ചയുടെ നിഴലാണ് ദൈവസഭയെന്ന്. ദൈവസഭയിലാണ് ദൈവമക്കൾക്ക് നീതി കിട്ടുന്നത്. വേറെങ്ങും ലോകത്തിൽ നീതി കിട്ടത്തില്ല. ഇന്ന് പല സഭകളിലും നീതി കിട്ടുന്നില്ല, അത് വേറൊരു കാര്യം. എന്നാൽ യഥാർത്ഥ ദൈവസഭയാണെങ്കിൽ അവിടെ നീതിപൂർവമുള്ള ഭരണമായിരിക്കണം. ദൈവികമായ നീതി അവിടെ നിറവേറ്റപ്പെടണം. 2, സമാധാനം അവിടെ ഉണ്ടായിരിക്കണം. സമാധാനമില്ലാതെയാണ് ദൈവമക്കൾ ജീവിക്കുന്നതെങ്കിൽ ആ കൂട്ടായ്മ ദൈവത്തിന്റെ സഭയാണെന്ന് പറയാൻ കഴിയില്ല. ദൈവസഭയിൽ വരുന്നവർക്ക് സമാധാനം ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഉണ്ടായിരിക്കണം. ലോകത്തിൽ ഏതൊരു രാജ്യം എടുത്താലും നല്ല ഭരണം നടത്തുന്ന ഭരണ നേതാക്കന്മാരുണ്ട്. ലോകത്തിൽ മുമ്പൊക്കെ രാജ്യഭരണമായിരുന്നു, പിന്നെ സ്വേച്ഛാധിപത്യ ഭരണമുണ്ടായിരുന്നു, ഏകാധിപത്യ ഭരണമുണ്ടായിരുന്നു. എന്നാൽ ദൈവാധിപത്യ ഭരണം ഭൂമിയിൽ നടന്നിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ഭരണത്തിൽ തയോക്രസി ആയിരിക്കും. ദൈവാധിപത്യ ഭരണമായിരിക്കും. അവിടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഉണ്ടായിരിക്കും. പലയിടത്തും പലരും നീതി നിറവേറ്റി ഭരിക്കാറുണ്ട്. പക്ഷേ
സമാധാനം ഉണ്ടാകണമെന്നില്ല. നീതിയും സമാധാനം ഉണ്ടായാൽ തന്നെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ടാകില്ല. ഇത് മൂന്നും കൂടെ സമന്വയിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവസഭ. അങ്ങനെ ആകണം. അതാണ് ദൈവസഭയുടെ ഒരു പ്രത്യേകത. 85-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാമോ? സങ്കീർത്തനങ്ങൾ, സാംസ് 85 വേഴ്സ് 10. 85-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അടുത്ത വാചകം കൂടെ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നീതി സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ ഒരു സംഭവമാണ് നീതിയും സമാധാനവും തമ്മിൽ ചുംബിക്കുന്നു. നീതിയും സമാധാനവും ഇല്ലെങ്കിൽ പിന്നെ ചുംബനം കൊടുത്തിട്ട് കാര്യമില്ല. നീതിയും സമാധാനവും തമ്മിലാണ് ചുംബിക്കേണ്ടത്. ദൈവത്തിന്റെ നീതി ലോകം മുഴുവൻ വിളയാടുന്ന ആ നല്ല നാളിൽ ഞാനും നിങ്ങളുമായിരിക്കും ലോകത്തിന്റെ ഭരണം നടത്തുന്നത്. ദൂതന്മാരായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അന്നിവിടെ നിയമത്തിന്റെ ആവശ്യമില്ല, പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല. നീതിയോടുകൂടിയ ഭരണമായിരിക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ വായിക്കാമോ? യെശയ്യാ പ്രവചനം, ഐശയ്യാ ചാപ്റ്റർ 11 വേഴ്സ് 3 onwards. വായിക്കാമോ? അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അടുത്തത്. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വിധി കൽപ്പിക്കുന്ന, നീതി നിറവേറ്റി കൊടുക്കുന്ന ഒരു കർത്താവായിരിക്കും ഇവിടെ ഭരിക്കുന്നത്. അതിന് 5-ാമത്തെ വാക്യം വായിച്ചാട്ട്. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടന്മാരെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. 9-ാം വാക്യം കൂടെ വായിച്ചാട്ട്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ദൈവത്തിന്റെ ഭരണം ഇവിടെ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമാണ്. അവിടെ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യത്തില്ല. സാത്താനെ 1000 ആണ്ടേക്ക് പിടിച്ചു കെട്ടിയ ശേഷമാണ് ഇവിടെ ദൈവമക്കൾ ഭരണം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് പൈശാചികമായ ചിന്തയോ പാപത്തിന്റെ ചിന്തയോ ഒരു മനുഷ്യരിലും ഉണ്ടാകത്തില്ല. തീവ്രവാദ ചിന്താഗതി ആരിലും ഉണ്ടായിരിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിടും, അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കും. പിന്നെ പാപത്തിന്റെ ആദേശമോ പാപത്തിന്റെ ചിന്തയോ മനുഷ്യനിൽ ഉണ്ടാകയില്ല. മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന സാത്താൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പൈശാചികമായ ചിന്തകൾ ആർക്കും ഉണ്ടാകത്തില്ല. ഒരു മ്ലേച്ഛതയും ആരും പ്രവർത്തിക്കത്തില്ല. അങ്ങനെ ഒരു നല്ല നാളിലാണ് ദൈവമക്കളായ നാം ഇവിടെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ദൈവരാജ്യത്തിന്റെ നിഴലാണ് സഭയെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ കേന്ദ്രം ക്രിസ്തുവായതുപോലെ സഭയുടെ കേന്ദ്രം ക്രിസ്തുവായിരിക്കും. ക്രിസ്തുവിനെ
കേന്ദ്ര ബിന്ദുവായിട്ട് നിർത്തിക്കൊണ്ടാണ് സഭ മുന്നോട്ട് പോകുന്നത്. സഭയുടെ കേന്ദ്രം ക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. അതുകൊണ്ട് ക്രിസ്തുവാണ് ഈ കൂട്ടായ്മയുടെ കേന്ദ്ര ബിന്ദു, ദൈവത്തിന്റെ സഭയുടെ കേന്ദ്രം. സഭയുടെ പ്രവർത്തനമെന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കളാണ് സഭയുടെ അംഗങ്ങൾ. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് പ്രസ്താവിക്കുക, ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ടതിന്റെ സാക്ഷ്യം മറ്റുള്ളവരോട് പ്രസ്താവിക്കുക. അടുത്തത്, ദൈവവചനം, രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരോട് പ്രസ്താവിക്കുക. അതാണ് സഭയുടെ ഉദ്ദേശം. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാന വാക്യം. മുമ്പേ ഞാൻ പറഞ്ഞ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 1:8. അപ്പോൾ സാക്ഷ്യം പറയുക, സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. സഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വരവാണ്. ക്രിസ്തു വന്ന് നമ്മെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രത്യാശിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ നല്ല നാളേക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളും വിശുദ്ധരായിരിക്കണം. ദൈവമേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും യോഗ്യമാകും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് വിശുദ്ധ കൂട്ടായ്മയുള്ളത്, കർത്താവിന്റെ മേശയിൽ കൂട്ടായ്മയുള്ളത്. ആ വിശുദ്ധ കൂട്ടായ്മ ആചരിക്കുന്ന എല്ലാവരും വിശുദ്ധരായിരിക്കണം. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. കർത്താവ് പറയുകയുണ്ടായി, ഇനി ദൈവരാജ്യത്തിൽ നിങ്ങളോട് ഒന്നിച്ച് കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല. അത് കർത്താവ് പറഞ്ഞത് ഈ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവമക്കൾ ക്രിസ്തുവിനോട് ഒന്നിച്ച് പന്തിഭോജനം നടത്തും. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. അല്ല, നിത്യതയിൽ ചെന്നിട്ട് അവിടെ പന്തിഭോജനം നടത്തുമെന്നല്ല പറഞ്ഞത്. ദൈവരാജ്യത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തുവിനോടൊന്നിച്ച് നാം പന്തിഭോജനം നടത്തും. അന്ന് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, നിർബന്ധമില്ല. പന്തിഭോജനം നമ്മൾ അനുഭവിക്കും. ഇവിടെയുള്ള സാധാരണ മനുഷ്യരോടൊത്ത് കഴിക്കുവാൻ നമുക്ക് കഴിയും. ആരൊക്കെയാണെന്ന് ലോകത്തിലുള്ളത്? ഭരിക്കുന്നത് വിശുദ്ധന്മാരും ദൈവദൂതന്മാരുമായിരിക്കും. ഭരിക്കപ്പെടുന്നത് യഹൂദന്മാരുണ്ടായിരിക്കും. രണ്ടാമത്, യഹൂദനോട് നല്ല മനോഭാവത്തിൽ ഇടപെട്ട എല്ലാവരെയും 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കും. ദൈവത്തോടും ദൈവമക്കളോടും നല്ല നിലയിൽ പ്രവർത്തിച്ച എല്ലാവരെയും 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പിക്കും. മഹോദര കാലത്ത് ഒരു ദൂതൻ വന്ന് പ്രസംഗിക്കും നിത്യസുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുന്നത് സകലത്തെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തെ നമസ്കരിപ്പീൻ എന്ന് ഭൂവാസികളെല്ലാം കേൾക്കത്തക്ക നിലയിൽ വിളിച്ചു പറയുമ്പോൾ ഭൂമിയിൽ മിക്കവാറും ആളുകളും ദൈവത്തെ നമസ്കരിപ്പാൻ തയ്യാറാകും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും. എല്ലാ മുഴങ്കാലും മടങ്ങും. അതുകൊണ്ട് അങ്ങനെ ദൈവത്തെ നമസ്കരിക്കുന്ന എല്ലാവരെയും 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പിക്കും. അതുകൊണ്ട് അവരുടെ പാപം മോചിക്കപ്പെട്ടു എന്നല്ല,
അവര് നിത്യതയ്ക്ക് അവകാശികളായി എന്നുള്ളതുമല്ല. എന്നാൽ മഹോദരകാലത്ത് തലഛേദിക്കപ്പെട്ടവരും രക്തസാക്ഷികളായി തീർന്നിട്ടുള്ളവരുമായ ഒരു കൂട്ടം ആളുകൾ വരും. അവരെ ജീവിച്ചെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുമെന്ന് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളവർ അവരും ഉണ്ടായിരിക്കും. ഇവരെയൊക്കെ നമ്മൾ ഭരിക്കുമ്പോൾ ദൈവമക്കളെ കണ്ടാൽ മതി ഇവരെല്ലാം ഭയപ്പെടും. മാത്രമല്ല, നമ്മൾ കാണുമ്പോൾ തന്നെ ഇവരുടെ രോഗങ്ങൾ മാറും, ഇവരുടെ അസുഖങ്ങളൊക്കെ ഇല്ലാതാകും. കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാർ കേൾക്കും, മുടന്തന്മാർ മാനിനെ പോലെ കുതിച്ചു ചാടും. കണ്ടാൽ മതി രോഗസൗഖ്യം ഉണ്ടാകും. അതിനൊക്കെ ബൈബിളിൽ തെളിവുണ്ട്. നമുക്കറിയാം, പത്രോസും മറ്റും നടന്നു പോകുമ്പോൾ നിഴല് തട്ടിയിട്ട് സൗഖ്യമാകാൻ വേണ്ടി രോഗികളെ വഴിയിലൊക്കെ കൊണ്ട് കിടത്തുമായിരുന്നു. അവരുടെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായി. അവരുടെ റൂമാൽ കൊടുത്തു വിട്ടു, അതുകൊണ്ട് ഇടുമ്പോൾ രോഗികൾ സൗഖ്യമാകുകയാണ്. അതുപോലെ ദൈവമക്കൾ അടുത്തൂടെ പോയാൽ മതി രോഗികൾ സൗഖ്യമാകും. അങ്ങനെയുള്ള സൗഖ്യം അന്നുണ്ടാകും. യെശയ്യാപ്രവചനം 35-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു നോക്കിയാട്ടെ. ഐശയ്യ ചാപ്റ്റർ 35 വേഴ്സ് 3 and 4 വായിക്കാമോ? തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തെ തോടുകളും പൊട്ടിപ്പുറപ്പെടും. മതി നോക്കുക. അന്ന് ഊമന്മാര് തട്ടഹസിക്കും, കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ കാത് കേൾക്കും. ദൈവമക്കൾ അടുത്തു വരുമ്പോൾ തന്നെ അവരൊക്കെ സൗഖ്യം പ്രാപിക്കും. ലോകത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വാഴ്ച തുടങ്ങി കഴിയുമ്പോഴേക്കും ദൈവമക്കളെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇവരെല്ലാം സൗഖ്യം പ്രാപിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങും. ദൈവമക്കൾക്ക് രോഗം ഉണ്ടായിരിക്കത്തില്ല, മരണം ഉണ്ടായിരിക്കത്തില്ല. ദൈവമക്കൾ 1000 ആണ്ട് ദൂതന്മാരോടൊപ്പം ഈ ഭൂമിയിൽ വാസം ചെയ്യും. ആ നല്ല നാളേക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി മാത്രമല്ല, അന്ന് ഈ ഭൂമിയുടെ അനുഭവമൊക്കെ അങ്ങ് മാറും. സൂര്യന്റെ പ്രകാശം 7 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. പക്ഷെ ചൂട് കാണത്തില്ല. ഇന്ന് ഈ ഓസോൺ പാളികളൊക്കെ ഉള്ളതുകൊണ്ടാണ് വലിയ ചൂട് ഭൂമിയിലോട്ട് വരാത്തത്. പല പല സ്പിയറുകൾ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചിന്തിച്ചാണ്. ഈ തട്ടുകൾ, ആകാശത്തിന്റെ തട്ടുകളെല്ലാം മാറിപ്പോകും. ഭൂമിയിലോട്ട് ഭയങ്കര പ്രകാശം ഉണ്ടായിരിക്കും. ഇന്ന് ഭൂമി ഇങ്ങനെ അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഇവിടെ കാലാവസ്ഥയിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്, തണുപ്പുണ്ടാകുന്നത്. ഇതൊന്നും അന്നുണ്ടായിരിക്കത്തില്ല. ഭൂമിയിലെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ. ഭയങ്കര പ്രകാശമായിരിക്കും, 7 ഇരട്ടി പ്രകാശിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ഇവിടെ ജീവിക്കുന്നത്. എയർ കണ്ടീഷൻ പോലുള്ള കാലാവസ്ഥയായിരിക്കും. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് ഇവിടെ പല കുഴപ്പങ്ങളും സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യനെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിലുള്ള സസ്യങ്ങൾ നിനക്ക് ആഹാരമായിരിക്കുമെന്നാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ആഹാര രീതിയിലും വ്യത്യാസം വന്നു. മനുഷ്യൻ മാംസവും മത്സ്യമൊക്കെ കഴിക്കാൻ തുടങ്ങി. എന്നാൽ അന്ന് സസ്യാഹാരമായിരിക്കും
ആ രീതിയിലേക്ക് മാറും. ഭൂമിയിൽ ഭയങ്കരമായിട്ട് വിളവുണ്ടാകും. വേദശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം, അന്ന് 5 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. അതുപോലെ വിളവുണ്ടാകും. ഇപ്പം തന്നെ നമുക്കറിയാം, ഭൂമിയിൽ വിളവ് വളരെ വർദ്ധിച്ചിരിക്കുന്ന കാലമാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു പറ നെല്ല് വിതച്ചാൽ 10 പറയക്കുള്ളിൽ കിട്ടത്തില്ലായിരുന്നു, 10 മേനി വിളവ്. ഇപ്പൊ അത് 45-50 മേനി വിളവൊക്കെ ആയിട്ടുണ്ട് നാട്ടിൽ തന്നെ. ഇനിയും ദൈവം പ്രവർത്തിച്ചാൽ 100 മേനി വിളവുണ്ടാവും. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു, 100 മേനി വിളഞ്ഞു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. യോസഫിന്റെ കാലത്ത് 7 സംവത്സരം സമൃദ്ധിയായിട്ട് വിളഞ്ഞു. പാണ്ഡികശാലകൾ പണിത് വിളവെല്ലാം കൂട്ടിവെച്ചു. അങ്ങനെ ദൈവം ഒരു ക്രമീകരണം ചെയ്താൽ വിളവ് വർദ്ധിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ഭൂമിയെ ഭരിക്കുന്ന കാലത്ത് 5 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഭിക്ഷമായി കഴിയാൻ പറ്റും. ഇപ്പൊ തന്നെ ഇവിടെ നമ്മുടെ വീടിന്റെ പുറകിൽ 1 സെന്റോ 2 സെന്റോ സ്ഥലത്ത് കൃഷി ചെയ്താൽ ഒരാണ്ടത്തേക്കുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ വിളവ് വർദ്ധിച്ചു വരുന്നതിന് ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഭൂമി അതിൻ്റെ അനുഭവം തരുവാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഒരു നല്ല നാളേക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ കാലം കഴിഞ്ഞ ശേഷം നമുക്കറിയാം, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യത്വം സ്ഥാപിക്കുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അവസ്ഥയിലേക്കാണ് ദൈവമക്കൾ കടന്നു വരാൻ പോകുന്നത്. ആ രാജ്യത്തിലെ വാസം തീരുമ്പോൾ, 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ, ലോകത്തിൽ അതുവരെ ജീവിച്ച് മരിച്ച സകല ആളുകളും ഉയർത്തെഴുന്നേറ്റ് വെള്ള സിംഹാസനത്തിലെ ന്യായവിധിക്ക് വേണ്ടി കടന്നു വരേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് 15 ഓൺവേഴ്സ്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി. മരിച്ചവർ ആവാലവൃതം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് നരകം ഒരുക്കിയിരിക്കുന്നത് എന്ന് നാം തിരുവെഴുത്തിലൂടെ പഠിച്ചു. എന്നാൽ മനുഷ്യർക്ക് വേണ്ടിയല്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവരെയും കൂടെ ആ കൂട്ടത്തിലേക്ക് തള്ളിക്കളയും. അതും ദൂതന്മാരാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൂതന്മാരുടെ വിവിധ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ ശുശ്രൂഷ വരെയും ദൂതന്മാർ നിവർത്തിക്കും. ദൈവമക്കളായ നാം ഒരു കാര്യം ഓർക്കണം. ആ നല്ല വാഴ്ചയുടെ നിഴലാണ് ദൈവസഭ എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ദൈവസഭയുടെ ഏറ്റവും വലിയ പോളിസി എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണ്. ലവ്. നമ്മുടെ ഹോം പോളിസിയും ഫോറിൻ പോളിസിയും ലവ് എന്നുള്ളതാണ്. തമ്മിലുള്ള സ്നേഹം, ലോകത്തിൽ മൊത്തത്തിലുള്ള എല്ലാവരോടുമുള്ള സ്നേഹം, ഏത് രാജ്യത്തിലോടും ഉള്ള സ്നേഹം, ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം, ഹോം പോളിസിയും
ഫോറിൻ പോളിസി എല്ലാം ലവാണ്. നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുടെയാണ്, മറ്റുള്ളവരുടെ എല്ലാം നമ്മുടെയാണ്. നമ്മുടെ ദുഃഖം മറ്റുള്ളവരുടെ ദുഃഖം കൂടിയാണ്. നമ്മുടെ കാലിലൊരു മുള്ളുകൊണ്ടാൽ അതിന്റെ വേദന ശരീരം മുഴുവൻ അനുഭവിക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരാൾക്കൊരു വേദന ഉണ്ടായാൽ അത് നമ്മുടെ എല്ലാവരുടെയും വേദനയാണ്. സ്നേഹത്തിന്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. ആർക്കെങ്കിലും ദുഃഖമുണ്ടായാൽ ദൈവമക്കൾ സ്നേഹത്തോടെ ഇടപെടുകയും ആശ്വസിപ്പിക്കുകയും വാക്കുകൊണ്ട് അവരെ താങ്ങുകയും ചെയ്യണം. ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ അവരെ ഏത് നിലയിലും സഹായിപ്പാൻ നമ്മൾ തയ്യാറാകണം. ഈ ലോകത്തിൽ നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകത്തുമില്ല. ഇവിടെ നേടിയതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നാം ഇവിടുന്ന് പോകേണ്ടി വരും. ആകയാൽ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ആയുസ്സിൽ നാം മറ്റുള്ളവരെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും മുന്നോട്ട് പോകണം. ദൈവസഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്നേഹത്തിന്റെ ഐക്യത്തിൽ മുന്നോട്ട് പോവുക. അടുത്തത്, സൽപ്രവൃത്തികൾക്കായിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകും. ദൈവമക്കളായ നാം സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 30-ലധികം വാക്യങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ നോക്കി കണ്ടുവച്ചിട്ടുണ്ട്. വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമാകേണ്ടതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മുമ്പന്മാരായിരിക്കണം. സഭയുടെ നടത്തിപ്പുകാര് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ സഭയെ നടത്തുകയും നടത്തിപ്പുകാരെ നമ്മൾ 100% അംഗീകരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവരത് ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ആ വാക്യം കൂടെ നാം ഓർക്കണം. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അന്യോന്യ സ്നേഹമുള്ളവരായി വിശുദ്ധിയിലും വേർപാടിലും നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ച് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള വ്യക്തികളായി ഉത്തരവാദിത്തമുള്ള ദൈവമക്കളായി ദൈവത്തിനും ദൈവമക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നവരായി സഭയിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.